ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കന്നി വിജയം ബി.ജെ.പി കേന്ദ്രങ്ങളിലാകെ വലിയ ഊർജം തന്നെ പകർന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിപ്പിച്ച ഒന്നായിരുന്നു തൃശൂരിലെ ബി.ജെ.പിയുടെ വമ്പൻ വിജയം. ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ നിന്ന് ബി.ജെ.പിയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ജയിച്ച് ലോക്സഭയിൽ എത്തുന്നത്. 2016 ആദ്യമായി കേരള നിയമസഭയിൽ ബി.ജെ.പിക്ക് ഒരു അംഗമുണ്ടായിരുന്നു. എന്നാൽ 2021 ആ സീറ്റ് നിലനിർത്താൻ ബി.ജെ.പിക്ക് സാധിച്ചില്ല. ഇത്തവണ തൃശൂർ പൂരം വിവാദം അടക്കമുള്ള വിഷയങ്ങൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സഹായകരമായി എന്ന വിലയിരുത്തലുണ്ടെങ്കിലും അടിത്തട്ടിൽ ബി.ജെ.പി സംഘടനാപരമായി കാര്യമായ പ്രവർത്തനം നടത്തിയിരുന്നു. വി.എസ്. സുനിൽകുമാർ, കെ. മുരളീധരൻ എന്നിവരെ പോലുള്ള മഹാമേരുക്കളെ പരാജയപ്പെടുത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചത് അതിന്റെ കൂടി ഫലമായിട്ടാണ്. തൃശൂർ ജില്ലയിൽ ഉൾപ്പെട്ട ചേലക്കരയിലെ ഉപതിരഞ്ഞെടുപ്പിലും ബി.ജെ.പി സമാനമായ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ പുതുതായി ചേർത്ത മിക്ക വോട്ടുകളും ബി.ജെ.പിക്ക് അനുകൂലമായിരുന്നു. സമാനമായി ചേലക്കരയിലും വ്യാപകമായി വോട്ടർമാരെ ചേർത്തിട്ടുണ്ട്. ഇതിൽ സിംഹഭാഗവും ബി.ജെ.പിക്ക് അനുകൂലമായിരിക്കുമെന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. ചേലക്കര നിയോജക മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലായിരുന്നുവെങ്കിൽ ഇവിടെ 10,000 വോട്ടിന്റെ ലീഡ് ലഭിക്കുമായിരുന്നു. തൃശൂരിന്റെ എല്ലാ അലയൊലികളും ഇവിടെയുണ്ടാകും. തൃശൂരിലെ എല്ലാ ടീമും അവിടുത്തെ പ്രവർത്തനത്തിന് ശേഷം ഇവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന കാര്യങ്ങളും പാർട്ടി ചെയ്തിട്ടുണ്ടെന്നാണ് സ്ഥാനാർത്ഥി കെ. ബാലകൃഷ്ണൻ പറഞ്ഞത്. മണ്ഡലത്തിൽ ബൂത്ത് സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നും പുതിയ വോട്ടർമാരെ ചേർത്തി ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി കണ്ട് ചെയ്തിട്ടുണ്ട് എന്നും ഇത് നമ്മളെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണെന്നും ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. പുതുതായി ചേർക്കപ്പെട്ട 70% വോട്ടുകളും തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിശ്വാസമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു പ്രാദേശിക ബി.ജെ.പി നേതാവ് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തോട് പറഞ്ഞിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ അടിസ്ഥാന സൗകര്യ വികസനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മണ്ഡലമാണിത്. അവരിൽ ഒരു മാറ്റത്തിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തൃശൂരിലേതുപോലെ ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിന് മുൻപുണ്ടായിരുന്ന ഐത്തം തങ്ങളോട് ഇപ്പോഴില്ല. വോട്ട് തേടി പോകുമ്പോൾ വീട്ടിലേക്ക് ക്ഷണിക്കാനും ഭക്ഷണം തരാനും തരുന്ന തരത്തിൽ ബി.ജെ.പി പ്രവർത്തകർക്ക് സ്വീകരണം ലഭിക്കുന്നുണ്ടെന്നാണ് ഒരു എൻ.ഡി.എ നേതാവ് പറഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ബി.ജെ.പി നേതാക്കൾക്ക് ചുമതല വിഭജിച്ച് നൽകിയിരുന്നത്. എന്നാൽ ചേലക്കരയിൽ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ബി.ജെ.പി നേതാക്കൾക്ക് ചുമതല വിഭജിച്ച് നൽകിയത്. ബൂത്ത് തലത്തിൽ വരെ ജില്ലാ നേതാക്കൾ എത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 3 മാസം മുൻപ് തന്നെ ബി.ജെ.പി ഉപതിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ആരംഭിച്ചിരുന്നു. 2021 ഷാജുമോൻ വട്ടേക്കാടായിരുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. അന്ന് ബി.ജെ.പിക്ക് 24,045 വോട്ട് മാത്രമാണ് ലഭിച്ചത്. 15.68% വോട്ടാണ് പാർട്ടി സമാഹരിച്ചത്. 2016 കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ 1000-ഓളം വോട്ടുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് ലഭിച്ചിരുന്നത്. അതേസമയം കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ CPM-ന്റെ ഏക സിറ്റിംഗ് സീറ്റ് ചേലക്കരയിലേതാണ്. കഴിഞ്ഞ 28 വർഷമായി ചേലക്കരയിൽ LDF ആണ് ജയിക്കുന്നത്. അതിൽ തന്നെ 23 വർഷവും കെ. രാധാകൃഷ്ണനായിരുന്നു ചേലക്കരയുടെ MLA. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് കെ. രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചതോടെയാണ് ചേലക്കരയിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ചേലക്കരയിൽ ഇത്തവണയും ഈസി വേക്ക് ഓവർ ആണ് CPM ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ നേടിയ 40,000-ൽ അധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ LDF ക്യാമ്പിന്റെ ലക്ഷ്യം. എന്നാൽ അത് അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. 6 മാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൽ CPM-ന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. 3 വർഷം മുൻപ് 40,000-ലേറെ ഭൂരിപക്ഷം ലഭിച്ചിടത്തു നിന്നാണ് രാധാകൃഷ്ണന്റെ ലീഡ് കുത്തനെ ഇടിഞ്ഞത്. തീർന്നില്ല. രാധാകൃഷ്ണന്റെ പഞ്ചായത്തിൽ 367 വോട്ടിന് മുന്നിട്ട് നിന്നത് രമ്യ ഹരിദാസ് ആയിരുന്നു. രാധാകൃഷ്ണന് വോട്ടുള്ള സ്വന്തം ബൂത്തായ തോന്നൂർക്കര AUP സ്കൂളിലെ 75-ാം നമ്പർ ബൂത്തിലും രമ്യയ്ക്കായിരുന്നു ലീഡ്. രമ്യയ്ക്ക് ഇവിടെ 308 വോട്ടുകൾ ലഭിച്ചപ്പോൾ രാധാകൃഷ്ണന് 299 വോട്ടാണ് ലഭിച്ചത്. എന്നാൽ ഇതൊന്നും ഉപതിരഞ്ഞെടുപ്പിലെ സാഹചര്യത്തിന്റെ ഗതി നിർണ്ണയിക്കില്ല എന്നാണ് LDF ക്യാമ്പിന്റെ വിശ്വാസം. 2016 മുതൽ 21 വരെയുള്ള കാലത്തിൽ MLA ആയിരുന്ന UR പ്രദീപിന് മണ്ഡലത്തിലുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റാനാകുമെന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം ചേലക്കരയുടെ മാറ്റത്തിന്റെ ആദ്യപടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ എന്നാണ് UDF ക്യാമ്പും പറയുന്നത്.